കാർലോ അങ്ങോട്ട് ബാക്കിലോട്ട് വന്നാൽ മതി. ബാക്കിലേക്ക് ബാക്കിലുണ്ടോ? ഇത് ആരാ എവിടെ കാർലോ? എന്തി കാർലോ? കാർലോ ഒന്ന് വന്നേ ഇങ്ങോട്ട് പെട്ടെന്ന്. എനിക്ക് വിഷയം അറിയത്തില്ല. എടാ ഞാൻ ഇത് ഇവിടെ അടുത്തൊരു വീടില്ലടാ, അവിടെ വന്നപ്പോഴാണ് അതിന് ശേഷം കാർലോ ശരിയോ? വാസു പെണ്ണുമ്പിള്ളെ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഇപ്പൊ സിറ്റിയിൽ അതാണ് സംസാരം. ഇത് അടുത്ത കിഫാ, ഇത് ഇട്ടടുത്ത കിഫാണ്. ഇത് അടുത്ത കിഫാ പേരുണ്ടല്ലോ TV-K. കാരണം നമ്മള് അതായത് ഇതിപ്പോ അപ്പാപ്പനാണെന്ന് വിചാരിച്ചോ. ഇത് ഇടത്തൊക്കെ ഞാനും സ്ഥലത്തൊക്കെ കാരണമാണ്. വേറൊരു കാര്യം ചോദിക്കട്ടെ, നീ ഈ കോലത്ത് ഇത് ചോക്കി ഇന്നലെ ഞങ്ങള് വേറൊരു സംഘടനയ്ക്ക് വേണ്ടിട്ട് പോയേക്കുമായിരുന്നു. ആ സംഘടന പ്രവർത്തകന്റെ വേഷം ഇതായിരുന്നു. എടാ നമ്മുടെ സംഘടനയുടെ ഇന്നലത്തെ നമ്മുടെ സംഘടനയുടെ പേരെന്താ? ABZ സംഘടന തൈക്കാട് ഘടകം. അവർക്ക് വേണ്ടിട്ട് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടി ഈ ഡ്രസ് അതെ കുറച്ച് കാര്യങ്ങൾ ഇൻവൈറ്റ് ഇനിയിപ്പോ ഇവിടെ എല്ലാരും അതാ 11:30 തോന്നുന്നു. എന്ത് പറ്റി? നമ്മുടെ മറ്റേ അത് നമ്മള് ഇത് വേണോ ഗ്യാങ്സ് വരണോ? ഇല്ല കുഴപ്പമില്ല. എല്ലാം നമ്മുടെ പിള്ളേരെല്ലാരും. അല്ല എന്നാ പിന്നെ നമുക്ക് ഒഫീഷ്യൽ ഫോർമലായിട്ട് അങ്ങോട്ട് തന്നെ പോവാ. വീട്ടിലോട്ട് വാ. ജോക്കി വാ വീട്ടിലോട്ട് വാ. തൈക്കാട് കിടക്കോ? ഇതാരായി കിടന്ന് വിളി? ഹലോ അണ്ണാ. ആ പറയടാ. ഞാൻ മറ്റേ TG-ന്റെ മെസ്സേജ്. ആ പറയടാ, സുഖല്ലേ? അതല്ല അണ്ണാ, വേറെ ആരല്ലേ മെസ്സേജ് ആയ? അല്ല അതല്ല അണ്ണാ, അണ്ണന്റെ ഒരു കൂട്ടുകാരൻ റോഡ് വെച്ച് കണ്ട്. എവിടെ വെച്ച് കണ്ട്? റോഡ് വെച്ച് കണ്ട് വിചാരിച്ചോ? കണ്ടിട്ട് മൈൻഡ് ആക്കണ്ട് പോയാണെന്ന് വെച്ചു. പിന്നെ അല്ലാതെ അപ്പഴേ അവനെ ഞാൻ പുറകെ പോയി കറന്നടിക്കൂലേ അവന്റെ. നിന്റെ ജാടയൊക്കെ ഓരോ ദിവസം തീരുവാണോ നീ പുഴുത്തിയാവോന്ന് പറഞ്ഞ് പ്രാവുകയും ചെയ്യും. റോഡിൽ വെച്ച് കണ്ട അണ്ണ. അപ്പൊ ഞാൻ അളിയാന്ന് വിളിച്ച് കേറി. അപ്പൊ എന്തായാലും പറയാ ഏതളിയൻ നീ ഏതാടാന്ന് വണ്ടി നോക്കിയണ്ണ. അയ്യോ ശരിക്കും ഇതൊക്കെ ഉണ്ടല്ലോടാ. മരിക്കുന്നവരെ എന്റെ അടുത്ത് കാണുമായിരുന്നു. മരിക്കുന്നവന്റെ വരെ എന്റെ ഉള്ളിൽ കിടന്നേനെ. ഞാൻ ചാവുന്നതിന് മുമ്പ് തന്നെ അവസാനം പറയാൻ പോണത് ഇതായിരിക്കും, പന്താരം പട്ടി ഗതി പിടിക്കില്ലടാ, ഇങ്ങനെ പറഞ്ഞേ ഞാൻ ചാവുള്ളൂ. ഇതൊക്കെ എങ്ങനെ നെഞ്ചി കൊണ്ടു നടക്കും ഞാനൊക്കെ ആണെങ്കിൽ. എന്നിട്ട് മെസ്സേജ് അയച്ച് അവന്റെ സേവ് ചെയ്തിരുന്നത് മാങ്ങ അളിയെന്നിരുന്നിട്ടാണ്. മാങ്ങ അളിയനോ? എന്റെ പേര് മാങ്ങ. ആ നിന്റെ പേര് മാങ്ങ കോടെന്നാണല്ലേ? അപ്പൊ അണ്ണാ അവൻ പറയാ ഹൂ ഇസ് ദിസ് എന്നോ? വെരി ബാഡ്. വിട്ടുകളടാ, ലൈഫ് ഇങ്ങനെയൊക്കെയാ. പിന്നെ ജോലിക്ക് വേണ്ടിട്ടാണ്. എവിടെ? KV സെക്യൂരിറ്റി. സൂപ്പർ. എന്ന് കേറി? ഞാൻ കേറിയിട്ട് കൊറേ ആയി. പക്ഷെ കാർലോസിനോട് ചോദിച്ചാ അറിയാം മാങ്ങോട്ട്. മാങ്ങോട്ടോട് ഞാൻ ചോദിക്കാം. ഇനിയിപ്പോ ഞാൻ അതുവഴി പോകുമ്പോ ഞാൻ അവിടെ നിർത്തിയാ കൂടെ കേറാം. നീ വെളിയിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഓക്കടാ സെറ്റടാ. അന്നാ മന്ദാരത്തിനോട് ചോദിക്കണം മാങ്ങോട്ട് ആരെന്ന് ചോദിച്ചു നോക്കണ. ആരെടുത്താണ്? മന്ദാരത്തിനോട് ചോദിച്ചു നോക്കണം. മന്ദാരത്തിനോട് ചോദിക്കാം. ഓർമ്മണ്ടോ ചോദിച്ചു നോക്കണ. ഫേക്ക് ഫ്രണ്ട്സിനെയൊക്കെ മറന്നുകളാ, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാരെ. ഇവിടെ ഹലോ
ഹലോ ആ, വാസു കുക്കുടെ പറഞ്ഞോ കുഴപ്പമുണ്ടോ? ഇല്ലില്ല കുക്കട് വരുന്നല്ലേ ഇത് തെറ്റാ. വരണ്ട. ആ കറല എല്ലാരും അകത്തിട്ടോ കിട്ടിയേട്ടാ ജസ്റ്റ് ആറായ സത്യം റൂൾസ് പാർട്ട് 2 വന്നേരെ സത്യല്ലേ. ഡ്രസ് മാറാൻ ഇപ്പൊ വീട്ടിൽ അതിഥി വരുമ്പോഴാണ് ഡ്രസ് മാറാൻ പോളെ. എന്റെ കട കറക്റ്റ് ഒരു ഗുഡ ലുക്കല്ലേ. മന്ദാരം അവിടെ ഉണ്ടാ മന്ദാരം എന്താ നീല നിനക്ക് ഇത്ര ആറ്റിറ്റ്യൂഡ്? ഇത് നീലല്ലേ? നിന്റെയൊക്കെ മുടി മാറ്റിയോളാം. നിന്റെ മുടി ഇതാണോ? ഞാൻ മറ്റേ സിനിമയിലെ ആ ഇങ്ങനെ പറഞ്ഞല്ലേ ഉച്ചക്ക് നിന്നെ ഷോക്ക് അടിച്ച് തെറിച്ച് വീണത് നീ. ആ കറണ്ട് പോയ അദ്ദേഹത്തോട് ഇപ്പോഴും കറക്റ്റ് പോയി. ഉച്ചക്ക് വല്ലുപോലെ ഷോക്ക്. ഇരിക്കും വാ കറല എല്ലാരും വാ കറല ഇരിക്കും വാ വാ കുക്കടോ വാ ഇരിക്കും. സ്വന്തം വീട് പോലെ കേട്ടാ വാ 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 വാ. ആ മന്ദാരം എവിടെ ഉണ്ടാ? ഒന്ന് എവിടേക്കുന്ന ഒന്ന് വന്ന് ഗ്യാങ്ഹൗസിൽ ഇതോട്ട് ഒന്ന് അടുത്തൊന്ന്. ഓ കുഴപ്പമില്ല ദാറ്റ്സ് ഓക്കേടാ. ആ ഗൈസ് ഉച്ചക്ക് ആദ്യം പറയാൻ പറഞ്ഞു. ഉച്ചക്ക് ഇവനെ മിന്നലടിച്ച് ഇവനെ ഷോക്ക് അടിച്ച് PC വില്ലു മോനെ ഒരു 2 മിനിറ്റ് പറഞ്ഞിട്ടൊക്കെ പിന്നെ ഓക്കെ ആയി. പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ ഷോക്ക് അടിക്കുമ്പോ വെള്ളം ഒന്നും കുടിക്കരുത് കേട്ടോ നിങ്ങള്. ആ ഇന്ന് ഉച്ചയ്ക്ക് തോന്നുന്നു. ഉച്ചക്കല്ലേ? ഉച്ചയ്ക്കോ വൈകിട്ടോ എന്താണ്? വൈകിട്ടാന്ന് തോന്നുന്നു. ഈ നിങ്ങൾ ഷോക്കൊക്കെ അടിച്ചാലേ വെള്ളം ഒന്നും പെട്ടെന്ന് എടുത്ത് കുടിക്കില്ല കേട്ടാ. കറണ്ട് പാസ്സാവും. പ്രശ്നമാണത്. മിന്നൽ വില്ലു ഹലോ ആ പറഞ്ഞു. അപ്പൊ കാര്യം പറഞ്ഞു. തലസിൽ പറയാൻ പറ്റത്തില്ല. ഓക്കെ അപ്പൊ ഞാൻ തലസല്ലാത്ത സമയത്ത് വളരെ ചുരുക്കം ഇവിടെ കേറാറുള്ളൂ. ആ ഇന്നെന്തായാലും ഈ നമ്പറെ കാണാൻ പഠിച്ചു. 480414512703 അല്ലേ? ആ ഓക്കെ ഓക്കെ ഞാൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ്. ബാല ഒരു മിനിറ്റ് ബാല ബാല ഞാൻ വൈകിട്ടത്തേക്ക് ഇട്ടേക്കാം സ്ലോട്ടില്. ഓക്കെ ഇറ്റാച്ചി കുറച്ച് ഒരാഴ്ചത്തേക്ക് ഇനാക്റ്റീവ് അപ്പൊ ആ സ്ലോട്ടിൽ ഇടാം. മാങ്ങ കൂടെ അറിയാം. കാര്യം പറയട്ടെ വാസു. നോക്കി അകത്ത് അവര് വെയിറ്റ് ചെയ്യുമല്ലേ? വരുമോ? ഇവരെ കൂടെ വിളിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. അതിന് വന്നിട്ട് ചോദിക്കാം. എന്നാ വളർത്തോട്ട് വേണം. എന്തോടാ ചോദിക്കുന്നത്? ഈ PL വെച്ച് എങ്ങനെ വാറ് കളിക്കും കൈസ്? എങ്ങനെ പ്രീ വാറ് കളിക്കും ഈ PL വെച്ച്? 20 PL 109 പിങ്ങും. കരക്കിരിക്കാന്ന് വെച്ചാ 25 പേരും ഇല്ല. എന്ത് 22 പേരേ ഉള്ളൂ. ഒരു സെക്കൻഡേ. ഈഗിൾ എക്സ്പോസ് 8K ബോട്ട് വ്യൂസ്. 8K അല്ല എടാ, എന്റെ ഒരു ആവറേജ് വാച്ചിങ് പറഞ്ഞ ഒരു 1000 1500. ഞാനിപ്പോ ഒരു 13,000 ആണ് ഇപ്പൊ അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് നമ്മൾ ഇങ്ങനെ കൂട്ടും. മനസ്സിലായ? എന്റെ ആവറേജ് വാച്ച് 1K. ഹലോ കാർലോ, ഇവിടെ കുറെ പേര് ഞാൻ കുറച്ച് ദിവസം ഇല്ലാത്തതുകൊണ്ടേ കുറെ കാര്യങ്ങൾ ഈ ഫുഡ് കൊണ്ടുവരാനും അത് കൊണ്ടുവരാനും എല്ലാ ആൾക്കാരും വന്നേക്കണം. മനസ്സിലായേ? അതെല്ലാം ഡീൽ ചെയ്യുമായിരുന്നു. അതാ ഞാൻ അങ്ങോട്ടൊന്ന് പോയെ. പറ കാർലോ. എല്ലാരും മിണ്ടായിരിക്കണോ സൈലന്റ് അവിടെ. അപ്പൊ നാളെ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഗ്യാങ് വണ്ടിയുടെയും പിന്നെ നമ്മുടെ ഒരു ഇനോഗ്രേഷൻ ആണ്.
ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ അറിയില്ല, ഇവിടെ മൊത്തം പ്രശ്നങ്ങളായതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് ഇതാക്കുന്നില്ല, വേറൊരു സിറ്റിയിലാണ് നടത്തുന്നത് പ്രൈവറ്റ് ആയിട്ട്. അതെന്തായാലും നന്നായി. അതായിരിക്കും നല്ലത്. അപ്പൊ നമ്മള് എല്ലാരും വിളിക്കുന്നില്ല, ടീമിനെയും പിന്നെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ വിളിക്കുന്നുള്ളൂ. എന്നിട്ട് പിന്നെ ബാക്കി പിന്നെ ഒഫീഷ്യലി നമ്മള് പബ്ലിക്കിന് ഓപ്പൺ ആയി കൊടുക്കുന്ന രീതിയിലാണ് പിന്നെ ഇവിടെ ഈ സിറ്റിയിൽ ചെയ്യുന്നത്. മനസ്സിലായി. അതായത് അവിടെ നടത്തുന്നത് നല്ലത്, ഇവിടെ നടത്തിയാൽ നടക്കൂല അത്. സത്യം, ഇവിടെ ആണെങ്കിൽ ഒരു 5-6 തവണ ഇറങ്ങി കയറേണ്ട അവസ്ഥ വരും. സത്യം ഉറപ്പായിട്ടും. പിന്നെ നാളെ ആകുമ്പോഴത്തേക്ക് എക്സ്ട്രാ അടിയും വരും, ഒരു സംശയമില്ല. ഇങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തതിന്റെ ഒന്ന് എക്സ്ട്രാ അടിയാ. സത്യം ഇങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ കയറാനേ പറ്റില്ല, ഒരു സൗണ്ട് ഇഷ്യൂ ആക്കത്തെ ഇഷ്യൂ ഒക്കെ വരും. അതെ അതെ. അപ്പൊ ഇതിന്റെ മറ്റേ ഇതൊക്കെ മറ്റേ അറിയിക്കാം, അതിന്റെ IP സംഭവങ്ങളൊക്കെ എങ്ങനെയാ. ഓക്കെ 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 ഓക്കെ. സമയം ഫിക്സ് ആക്കിയിരുന്നോ? സമയം എടാ നാളെ ഞാൻ ഇല്ലടാ. എന്തായാലും ഒരു 11 ആയിരിക്കും. ഇല്ലടാ, ഒരു മറ്റന്നാളത്തേക്ക് വെക്കാമോ ചോദിച്ചാലോ? ഇവരുടെ പരിപാടി ആയിട്ടുണ്ട്. എല്ലാരും കേറണ്ടേ ആ ഒരു സമയത്തിന്. അപ്പൊ എല്ലാരും വരിക, നാളത്തേക്ക് വെക്കാൻ പറഞ്ഞേ. ഉറപ്പായിട്ട് കാരണം ഉറപ്പായിട്ട്. എല്ലാരും വരിക. എടാ അപ്പൊ താങ്ക് യു പറയുന്നില്ല, നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും അറിയാം. ഞങ്ങൾ എത്തിയേക്കാം ഉറപ്പായിട്ടും. ഓക്കെ 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 ഓക്കെ. ഒരു സെക്കൻഡ് കാരണം ജോക്കി ഒന്ന് വന്ന്. എടാ ഇല്ലടാ, മറ്റേ അവരുടെ ഗ്യാങ് ഇവന്റ് ഞാൻ മാറ്റാൻ പറയണത് മോശമാടാ, പോടാ അങ്ങോട്ട്. ജോക്കി ഞാൻ നാളെ ഉണ്ടാവില്ലെന്ന് അറിയാലോ. ജോക്കി ഇത് അറിഞ്ഞും കണ്ടു ചെയ്യണം. നമ്മുടെ അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടിയാ, നമ്മളാണത് സക്സസ് ആക്കേണ്ടത്. ഞാൻ അങ്ങോട്ട് വരുമല്ലേ, ഞാൻ അങ്ങോട്ട് വരുമല്ലേ. ഓക്കെ. അണ്ണാ ഇത് കഴിഞ്ഞിട്ട് VC വരാൻ പറഞ്ഞു, സപ്പോർട്ട് VC ലൈവ് മ്യൂട്ട് ചെയ്തിട്ട്. എന്തിന്? ഈ പ്രീവാറും വാർത്തയും എന്തോ സംസാരിക്കാൻ ലൈവ് മ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കേരളത്തിൽ എവിടെ പോയാലും അത് ഞാൻ തന്നെ വരണമല്ലേ ലാസ്റ്റ്. ബാലിനെ കുത്തിയെന്ന് എന്തൊക്കെയാ നടക്കുന്നേ? ആരാ കുത്തിയത്? അറിയില്ലെന്നാ ആര് കുത്തിയെന്ന്. അപ്പൊ ഇന്ന് വാറില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ. ആറ്റുനോറ്റിന് വാറിട്ടേ. കാരണം അപ്പൊ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് നടക്കട്ടെ. ഞാൻ നാളെ കറക്റ്റ് 10 മണിയാകുമ്പോ ഞാൻ എത്തൂല. നാളെ ഞാൻ ഉണ്ടാവില്ല. നാളെ ഇല്ല, കാരണം മറ്റന്നാളിലൊക്കെ വെക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ പരിപാടി ആയി പോയില്ലേ. ഞാൻ പുറത്ത് സംസാരിച്ചോട്ടെ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. പ്ലാൻ ചെയ്ത് നടന്നോട്ടെ. എനിക്ക് നാളെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല, അതുകൊണ്ടാ. ഇല്ല അഥവാ നാളെ ആണെങ്കിൽ നമ്മുടെ എല്ലാരും ഉണ്ടാവും, ജോക്കി എല്ലാരും ഉണ്ടാവും. എല്ലാം സെറ്റ് ആവട്ടെ. എന്തായാലും നോക്കിട്ട് പറ കാർല എന്റെ അടുത്ത്. ഓക്കെ 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 ഓക്കെ. ഓൾ ഗുഡ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഒരു അടിപൊളി സാധനം വരട്ടെ. ഓക്കെ ബാക്കി എല്ലാരും എന്തായാലും വരൂ. നാളെ ഞാൻ വന്നില്ലെങ്കിലും മറ്റന്നാളെ ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ഓക്കെ ഓക്കെ. കാണാം. അത് വേണ്ടടാ, അതാണ് ഞാനും പറഞ്ഞത്. അതാ ഞാനും പറഞ്ഞത്. കാർലോ എനിക്ക് വെളിയിലൊന്ന് സംസാരിക്കാൻ ചെല്ലാൻ പറഞ്ഞായിരുന്നു അവര്. ഞാൻ ഒന്ന് പോയിട്ട് വരാം.